ഹായ്. എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല മാതാവിൻ്റെയും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെയും ഊട്ടുതിരുനാൾ 83-ാം ഊട്ടുനേർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20 ഞായർ രാവിലെ 9 മണിക്ക് തന്നെ ഊട്ടിൻ്റെ ആശീർവാദമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും തയ്യാറായി ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊട്ടുനേർച്ചയുടെ ആശീർവാദത്തിന് ശേഷം വിശ്വാസികൾക്കായിട്ട് ഇതേ സന്തോഷത്തോടു കൂടി വളണ്ടിയർമാർ നേർച്ച ഭക്ഷണം വിളമ്പി തുടങ്ങി. മോളെ എന്നിട്ട് പേരെന്നാ പറയൂ? ആൻലിൻ കഴിക്കുന്നത് നമ്മുടെ എടത്തിരുത്തി പെരുന്നാളിന്റെ നേർച്ച പാക്കറ്റ് ഇട്ടാ. ഇതാണ് എന്നിട്ട് ബോംബെ മിച്ചർന്നാ പറയുന്നത്. എന്തോ ബോംബെ അടിപൊളിയാണോ? നേർച്ചൂട്ട് ഇതിലേതാ ഇഷ്ടായേ? ഇല്ല, കഥക്ക് പോയി കഴിക്കേ. കാരുണ്യവാനായ ഈശോയെ, മനുഷ്യന്റെ ആവശ്യത്തിനായിട്ട് ഈ ഭൂമിയിൽ സർവ പ്രപഞ്ചത്തെയും അതിലുള്ള സമസ്ത ജീവജാലങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയും സൃഷ്ടിച്ച കാരുണ്യവാനായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് പോളിന്റെയും ഓർമ്മ കൊണ്ടാടുമ്പോൾ ഇന്നേ ദിവസം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഈശോയെ, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നേർച്ചയായി അങ്ങ് മാറ്റുമ്പോൾ ഇത് ഞങ്ങളുടെ ആത്മാവിന്റെ പോഷണത്തിനും ശരീരത്തിന്റെ സൗഖ്യത്തിനും കാരണമാകട്ടെ. ഇത് ഒരുക്കിയവരായ എല്ലാവരെയും, ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരെയും, ഇത് ഭക്ഷിച്ച വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ വളരുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെയുള്ളവരും എന്നും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിൻസെന്റ് പോളിന്റെയും മാധ്യസ്ഥ്യത്തിലൂടെ ദൈവിക കൃപകൾ സമൃദ്ധമായി വർഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേർച്ചയൂട്ടിന്റെ ആശീർവാദം കഴിഞ്ഞതോടുകൂടി ഏകദേശം രാവിലെ 9-9:15 ഇടയിൽ നല്ല രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ളത്, നമ്മുടെ എടത്തിരുത്തി ഫൊറോനയിൽ ഇപ്രാവശ്യത്തെ ഊട്ടുനേർച്ചയ്ക്ക് ഏകദേശം 20,000-ഓളം ആളുകൾ പലവിധ നേർച്ചകൾക്കായിട്ട് എടത്തിരുത്തി പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾ ആദ്യം തന്നെ അറിയിക്കാനുള്ളത്. നല്ല ജനപങ്കാളിത്തത്തോടു കൂടി നടന്ന ഒരു ഊട്ടുതിരുനാളായിരുന്നു ഇത്. അതും നല്ല എല്ലാവർക്കും അറിയുന്ന പോലെ ഭയങ്കരമായ മഴയായിരുന്നു. ആ മഴേനെയൊക്കെ അവഗണിച്ച് പതിവ് പോലെ അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഊട്ടുതിരുനാളിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ എടത്തിരുത്തി ഫൊറോന വികാരി ഫാദർ ജോഷി പാലേക്കര, കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി, ഫിലിപ്പ് കുരുതുകളങ്ങര മീമ്പറമ്പിൽ, ജനറൽ കൺവീനർ ലിജോ മാളേക്കിൽ എന്ന് തുടങ്ങി ഈ പെരുന്നാളിന് എത്ര ആൾക്കാരുടെ സഹായം അല്ലെങ്കിൽ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുനാൾ പ്രസിദ്ധന്തിമാരെ നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് കുർബാനയുടെ ഇടയിൽ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ബാൻഡ് സെറ്റിൻ്റെ മ്യൂസിക്കോ ഭക്തിഗാനങ്ങളുടെ മ്യൂസിക്കോ ഒന്നും അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്താത്തത്. 2025 ഊട്ടുതിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ബൊഫെ ആയതുകൊണ്ട് അധികം ക്യൂ നിന്ന് നിരകിക്കാതെ ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഭക്ഷണം കിട്ടുകയും അത് കഴിക്കുകയും, അത് കഴിഞ്ഞ് ലാസ്റ്റായിരുന്നു അവർക്ക് പായസത്തിൻ്റെ കൗണ്ടർ. ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പായസം കുടിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് പോകാനും പറ്റിയെന്നാണ് എനിക്ക് നേരിട്ട് കണ്ടു നിന്നപ്പോൾ മനസ്സിലായ കാര്യം. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം എന്നൊക്കെ നിങ്ങളൊന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നാലാണ് എല്ലാവർക്കും മനസ്സിലാവുക.
നമസ്കാരമുണ്ട്. ഭക്ഷണം കഴിച്ച? ഭക്ഷണം നന്നായിരുന്നു. ഭക്ഷണം കഴിച്ചു. 83ാമത്തെ സദ്യ കഴിച്ച? കഴിച്ചു. ഇപ്പൊ എന്താ പായസം കുടിക്കണോ? പായസം കുടിക്കുകയാണ്. പായസം എങ്ങനെയുണ്ട്? പായസം വളരെ നന്നായിട്ടുണ്ട്. ഈ 83 ഊട്ടിന്റെ ഓർമ്മകൾ ഒരു വളരെ ചുരുങ്ങിയ വാക്കിലൊന്ന് പറയോ? പണ്ട് കാലത്ത് വന്നിട്ട് ഇത് ആൾക്കാർക്ക് ഇതൊരു ഭക്ഷണം കിട്ടാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്ത് ഈ വിൻസെന്റ് പോളിൻ്റെ പെരുന്നാൾക്ക് നാനാജാതി മനസ്ഥരും വന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ച് തൃപ്തിയായിട്ട് പോയിരുന്ന കാലഘട്ടമായിരുന്നു. പിന്നെ ഭക്ഷണം ഈ പ്രാവശ്യത്തെ എല്ലാതരം ഭക്ഷണങ്ങൾ എങ്ങനെയുണ്ട്? ഈ കാലത്തെ ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കഴിച്ചതിൽ ഏറ്റവും ഇഞ്ചമ്പുളി വളരെ നന്നായിട്ടുണ്ട്. വളരെ പായസം എങ്ങനെയുണ്ട്? പായസം വളരെ നന്നായിട്ടുണ്ട്. പായസം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞോളൂ. അപ്പൊ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചത് ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്യട്ടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നതെന്ന് ചെയ്യുന്നതാണ്. അങ്ങയുടെ സ്തുതിക്കായി ഒഴിക്കാൻ പോകുന്ന ഈ തിരികളെ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് പ്രകാശമായ ശിഹായി അന്ധകാരമയമായ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യപ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങള്? സുഖം തന്നെ. അപ്പൊ ചേട്ടൻ ഈ എടുത്തിരുത്തി പള്ളിയിൽ, ചേട്ടൻ എവിടുന്ന് വരണേ? ഞാൻ കോട്ടയം. ചേട്ടൻ എവിടുന്ന്? കോട്ടയത്താ. കോട്ടയം സ്ഥലം കറക്റ്റ് എവിടെയാ? കോട്ടയം പേരൂര്. പേരൂര് അല്ലേ? ഇവിടെ എങ്ങനെ എടുത്തിരുത്തിയിൽ എങ്ങനെ എത്തിയേ? ഞാൻ യൂട്യൂബിനകത്ത് കണ്ടു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടു. നമ്മുടെ വിൻസെന്റ് പോളിന്റെ ഊട്ടുതിരുന്നാളിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നതാണ്. അപ്പൊ വന്നിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് ഭക്ഷണം? നമ്മുടെ അടിപൊളി ഭക്ഷണം. അതെ, ഊട്ടുപെരുന്നാളിന്റെ നേർച്ചയൂട്ട് അല്ലേ? നേർച്ചയൂട്ട് കഴിച്ചു. പായസം കുടിച്ചാ? പായസം കുടിച്ചു. നന്നായിരുന്നു. ഇനി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ ഇനി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെയൊക്കെ ഒന്ന് കാണാം. പരമാവധി ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോ വിശുദ്ധന്റെ അനുഗ്രഹം നിങ്ങൾക്കും. വേദപാഠ പിള്ളേരാണ് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് വേദപാഠ പിള്ളേരെ ഇവിടെ കൊണ്ടുവരണം, പള്ളിയിൽ കൊണ്ടുവരണം അല്ലേ? അപ്പോ നിങ്ങൾക്ക് പ്രത്യേകം എന്താ പറയാ, നമ്മുടെ എടത്തിരുത്തിയുടെ പേരിലും നമ്മുടെ ചാനലിന്റെ പേരിലും നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കേട്ടോ. താങ്ക് യു. വെൽക്കം. ഈ ഊട്ടുതിരുന്നാളിൻ്റെ വളണ്ടിയർമാരെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ടെന്ന് തോന്നി. കാരണം അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ സർവീസുകൾ അവർ ഭംഗിയായിട്ട് നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെ എല്ലാവരോടും പെരുമാറുന്നത്, അവർക്ക് കിട്ടിയ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഓടി നടന്ന് ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അവരെ പ്രത്യേകം എടുത്തു പറയണമെന്ന് തോന്നി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമുണ്ട്. നമ്മുടെ എടത്തിരുത്തി ഫൊറോനിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മുടെ സിസ്റ്റേഴ്സാണ്. അവരുടെ കാര്യം ആരും അധികം പറയാറില്ല. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ എടത്തിരുത്തി ഫൊറോനയിലെ നമ്മുടെ അടുത്ത് തന്നെയുള്ള കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ഈ പെരുന്നാളിൽ നിന്ന് തന്നെയല്ല നമ്മുടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും അത്രയധികം സപ്പോർട്ട്. അതൊരു എന്തെന്നാ പറയുക, അവരൊന്നും ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നുമില്ല. അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് വന്ന് ചെയ്തു പോകാറുണ്ട്. അവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ. ഈ വീഡിയോ നമ്മുടെ ചാനലിൽ വരുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും പറ്റാവുന്ന പോലെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പരമാവധി ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ബന്ധുക്കളായാലും മറ്റുള്ള സുഹൃത്തുക്കളായാലും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറിനും അനുസരിച്ചായിരിക്കും നമ്മുടെ ഇടത്തിരുത്തി വീഡിയോ കൂടുതൽ ആളുകളിലേക്ക്. അക്ക എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലെ ഒരു ആക്ടർ. അക്ക ആൾക്കാർ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക. അക്ക എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇദ്ദേഹം ഉണ്ട്. ആളൊരു സൈബർ സെൽ ഉദ്യോഗസ്ഥനും കൂടി. ശ്രദ്ധിക്കുക, നമ്മുടെ എടത്തിരുത്തിയിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിലെ നായകനായ അക്ക ബ്രോ. ഓക്കെ, ഒരു ഹായ് പറയും അക്ക. സമയം ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിട്ടാ, 1 PM. 1 മണിക്ക് എടത്തിരുത്തി പള്ളിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അധികം വലിയ തിരക്കുകളില്ല. ബൊഫേ കാരണം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പ്രാവശ്യം പോകേണ്ടതെന്നാണ് മനസ്സിലായത്. ആളുകളൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ തിരക്കില്ലാത്തൊരിടത്തിരുത്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വലിയ തിരക്കുകളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.
എങ്ങനെയുണ്ട് നമ്മുടെ എടത്തിരുത്തിയിലെ നേർച്ചൂട്ട്? അടിപൊളിയാ? ആ, ബുഫേ സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമായ? ആദ്യമായിട്ടാണ് എല്ലാവരും ഫുൾ ബുഫേ നടത്തുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയ? അടിപൊളി, താങ്ക് യു. ലാൽച്ചേട്ടാ, എന്തെങ്കിലും ഒരു വാക്ക് പറയൂ, ഒത്തിരി ഉറക്കെ പറഞ്ഞോ. സന്തോഷകരമായിട്ട് കൂട്ടുപെരുന്നാൾ അവസാനിച്ചു. പതിവിലും നേരത്തെ 2 മണിക്ക് തന്നെ എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് പോയി. അപ്പൊ നമ്മുടെ ബൊഫേ സിസ്റ്റം ഏറ്റു അല്ലേ? പുതിയ പരിപാടി വിജയിച്ചു എന്നാണ് കമ്മിറ്റിക്കാർക്ക് തോന്നണത് അല്ലേ? ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്ക് പിന്നെ അറിയാം. ഇവിടെ വന്ന എല്ലാവരും നല്ല സൂപ്പർ ഫുഡാന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞാൻ ആള് പറഞ്ഞതിന് സൗണ്ട് കുറവുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. ചേട്ടൻ പറഞ്ഞത് ഭക്ഷണത്തിന് എല്ലാവരും നല്ല റിവ്യൂ ആണ് വന്നത് അല്ലേ? നല്ല ഭക്ഷണമായിരുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം. ഇത് നമ്മുടെ എടത്തിരുത്തിയിലെ ഫിറ്റ് സ്ക്വാഡ് എന്ന ജിമ്മിന്റെ സാരഥികളാണ്. അവരും നമ്മുടെ ഊട്ടുതിരുന്നാളുമായിട്ട് സഹകരിച്ചു. അപ്പൊ നമ്മുടെ ഏകദേശം ഊട്ടിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഇവിടുത്തെ ഇപ്പൊ കാര്യങ്ങൾ? എന്തായി? എവിടെ വരെ എത്തിയ കാര്യങ്ങളൊന്ന് പറഞ്ഞു. വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ ഊട്ടുപെരുന്നാൾ നല്ല രീതിയിൽ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റി. എല്ലാം ഒരു 10,000-ന് പരം ആൾക്കാരോടെ എത്തി ഊട്ട് കഴിച്ച് എല്ലാവരും സംതൃപ്തിയോടുകൂടി ഇതൊക്കെ പോയിട്ട്. പിന്നെ ബൊഫേ നന്നായിട്ടുണ്ട്. ഈ പ്രാവശ്യം ബൊഫേ ചെയ്തേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി, എല്ലാവർക്കും ഒരു സൗകര്യമായി തോന്നുന്നു. ആൾക്കാർ ക്യൂ നിന്നൊന്നും ബുദ്ധിമുട്ടാണ്ട് പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാവർക്കും വരുന്നോടത്ത് ആ സമയത്ത് തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. അതാണ് നമുക്ക് ഈ വർഷം നമുക്ക് ഒരു പുതുമ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത. കറികളൊക്കെ നന്നായിട്ടുണ്ട്, പായസം നന്നായിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് ഒന്ന് പിരിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം പറയും. 9 മണിക്ക് തുടങ്ങി കൂട്ട്, രാവിലെ 9 മണിക്ക് തുടങ്ങി അല്ലേ? 3 മണി വരെ ഇപ്പോഴും കൂട്ട് നടക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും ചെറിയ രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മണി വരെയാണ് നമ്മൾ. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒന്നും കുറവില്ലാണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു എല്ലാവരും.
നൽകിയ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വിശുദ്ധിപ്പള്ളി തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ തിരുസ്വരൂപങ്ങളെ ആശീർവദിക്കുന്ന പിതാവിൻ്റെ സ്മരണ ഞങ്ങളുടെ നിലനിൽക്കുവാനും പരിശുദ്ധ അമ്മയും വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലൂടെ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഈ തിരുനാളിനായി നിങ്ങളുടെ ഇടപെടലിലൂടെ നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയിലേക്ക് കടന്നു വന്നവരും ദൈവികമായ പ്രസാദപരം സ്വന്തമാക്കിയതും എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. എന്നും വിശുദ്ധരോടുള്ള വണക്കത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാനുള്ള കൃപ അവരുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. തിന്മയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിങ്ങളെ സംരക്ഷിച്ച് ആശീർവദിക്കുകയും നിങ്ങളെ കാത്ത് പരിപാലിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഒന്നിനും ഒരു കുറവില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ എടത്തിരുത്തി ഫൊറോനയിലെ ഊട്ട് തിരുനാൾ അവസാനിച്ച് രൂപങ്ങളൊക്കെ തിരിച്ച് പള്ളിയകത്ത് കയറ്റി. എല്ലാ കാര്യങ്ങളും ഭംഗിയായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യട്ടോ.